ഒരു വിഷയവും കൂടെ പൊളിച്ചെഴുതണം. ഈ ആര്യൻ ദ്രാവിഡൻ എന്ന് പറഞ്ഞ ആ വിഷയം ഒരു പരിധിവരെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കൊരു വിഷയവും കൂടെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. പല ഗ്രന്ഥങ്ങളിലും പല ആൾക്കാരും പറയുന്നത് കേരളീയ തന്ത്രവും ഒക്കെ വന്നിട്ടുള്ളത് ബുദ്ധ മതത്തിൽ നിന്നുമാണ്, ബുദ്ധതന്ത്രത്തിൽ നിന്നുമാണ് കേരളത്തിലേക്ക് തന്ത്രം വന്നത്. അതുപോലെ തന്നെ ജൈന താന്ത്രികന്മാരുടെ ഇടയിൽ നിന്നുമാണ് ഈ തന്ത്രമെല്ലാം ഇവിടേക്ക് വന്നത് എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുവിൽ സനാതനധർമ്മത്തിൻ്റെ മെയിനായിട്ടുള്ള ദർശനങ്ങളെ 6 ഓർത്തഡോക്സ് സ്കൂളായിട്ടാണ് പറയുന്നത്. നമ്പർ 1 ഈസ് ന്യായം, രണ്ടാമത്തത് സാഖ്യം, മൂന്നാമത്തത് യോഗം, നാലാമത്തേത് വൈശേഷികം, അഞ്ചാമത്തേത് പൂർവമീമാംസ, അടുത്തത് ഉത്തരമീമാംസ. ഈ പൂർവമീമാംസ ഉത്തരമീമാംസയും തമ്മിൽ പലപ്പോഴും പലയിടത്തും ഇൻ്റർറിലേറ്റഡ് ആണ്. അപ്പം ഇത്രയും കൊണ്ട് മാത്രം വൈദിക വിഷയങ്ങളെയും പല കാര്യങ്ങളെയും നമുക്ക് പറയാമെങ്കിലും സർവദർശന സംഗ്രഹനായിട്ടുള്ള മഹാപണ്ഡിതനും യോഗിയായിരുന്ന മാധവാചാര്യൻ 16 ദർശനങ്ങളെ അദ്ദേഹം പറയുന്നു. ശങ്കരാചാര്യരുടെ ദർശനം, പതഞ്ജലിയുടെ യോഗദർശനം. ഈ പതഞ്ജലിയുടെ മാത്രമല്ല യോഗദർശനം കേട്ടോ. കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ യോഗദർശനത്തെക്കുറിച്ച് പറയുമ്പം ഈ അഷ്ടാംഗ യോഗം എന്ന് പറയുന്ന പതഞ്ജലിയുടെ സമ്പ്രദായമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ, 6 അംഗങ്ങളോട് കൂടിയിട്ടുള്ള യോഗമാണ് കാശ്മീര ശൈവ ദർശനങ്ങളിൽ പറയുന്നത്. ആ 6 അംഗങ്ങളിൽ ഈ പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്ന പല വിഷയങ്ങളുമായിട്ട് ഒരു വ്യത്യാസം ഉണ്ട്. അത് നമുക്ക് അത് പറയുന്ന സമയത്ത് പറയാം. ഇവിടെ മാധവാചാര്യർ 16 ദർശനങ്ങളിൽ പറയുമ്പം ശങ്കരാചാര്യരുടെ ദർശനമായിട്ടുള്ള വേദാന്ത ദർശനം, രണ്ടാമത് പതഞ്ജലിയുടെ യോഗദർശനം, അതുപോലെ തന്നെ കപിലൻ്റെ സാഖ്യദർശനം മൂന്നാമത്തത്, പാണിനി മഹർഷിയുടെ പാണിനീയം, അതുപോലെ തന്നെ ജൈമിനി മഹർഷിയുടെ ജൈമിനീയ ദർശനം, അതുപോലെ തന്നെ ഗൗതമൻ്റെ ന്യായദർശനം, കണാഥൻ്റെ വൈശേഷിക ദർശനം, രസേശ്വര ദർശനം, അതുപോലെ തന്നെ മോക്ഷത്തെക്കുറിച്ച് പറയുന്ന പ്രത്യഭിജ്ഞാ ദർശനം. 4 അധികാരഭേദങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതും നമുക്ക് പ്രത്യഭിജ്ഞയെക്കുറിച്ച് പറയുന്ന സമയത്ത് കാശ്മീര ശൈവ സമ്പ്രദായം പറയുമ്പോൾ എന്തായാലും പ്രത്യഭിജ്ഞാ ദർശനം പറയേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പ്രത്യഭിജ്ഞാ ദർശനത്തിന് അധികാരഭേദം അനുസരിച്ച് 4ആയിട്ടൊക്കെ തരംതിരിക്കും. അത് നമുക്ക് ആ സമയത്ത് പറയാം. അതുപോലെ തന്നെ ശൈവദർശനം, അതുപോലെ തന്നെ ദ്വൈതാദ്വൈതവാദത്തെ പറയുന്ന നകുലീശ പാശുപത ദർശനം, അതുപോലെ തന്നെ പൂർണ്ണപ്രജ്ഞ രാമാനുജാചാര്യരുടെ രാമാനുജ ദർശനം, അതുപോലെ തന്നെ ജൈന ദർശനം, ബൗദ്ധ ദർശനം, അതുപോലെ ചാർവാക ദർശനം, ചാർവാകന്മാരുടെ ചാർവാക ദർശനം. ജൈനവും ബൗദ്ധവും ചാർവാകം തുടങ്ങി 16 ദർശനങ്ങൾ പറയുന്നു. ഇതിൽ ആസ്തിക നാസ്തിക വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് മാധവാചാര്യർ തന്നെ പറയുന്നുണ്ട്. ബുദ്ധമതമാണ് തന്ത്രം കൊണ്ടുവന്നത്, ജൈനമാണ് തന്ത്രം കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബുദ്ധൻ്റെ കാലത്തിന് മുമ്പ് മുതലേ അവിടെ തന്ത്രം ഉണ്ടായിരുന്നുവെന്നും താരാദേവിയുടെ പീഠമായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് ബുദ്ധൻ്റെ കാലത്തിന് ശേഷം ഒരുപാട് പേര് മഹായാന ബുദ്ധിസത്തിൽ നിന്നും പൂർവാചാരങ്ങളായിട്ടുള്ള താരാ ഉപാസനയിലേക്ക് പോവുകയും വജ്രയാന ബുദ്ധിസം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് ബുദ്ധൻ തന്നെയാണ് വജ്രയാന ബുദ്ധിസം ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്നും പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തർക്കം നടക്കുന്നുണ്ട്. അതവിടെ നടക്കട്ടെ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഭാരതീയ ഋഷിമാരുടെ സമ്പ്രദായമായിരിക്കുന്ന ഒരുപാട് ഋഷിമാരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്ന തന്ത്രശാസ്ത്രം ജൈനമതവും ബുദ്ധമതവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിന് മുമ്പ് മുതലേ തന്ത്രശാസ്ത്രം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ശേഷം അല്ലെങ്കിൽ ആ കാലഘട്ടത്തോടൊപ്പം വീണ്ടും അവിടെ പണ്ടുണ്ടായിരുന്ന താന്ത്രിക രീതികളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റേതായ കലകളിലൂടെയാണ് പിന്നീട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് കേരളത്തിലും തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ വൈദികാചാരം താന്ത്രികാചാരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ താന്ത്രികാചാരം വൈദികാചാരത്തിലേക്കും കയറിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ആയിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 4ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു. ശുദ്ധ വൈദികൻ, വൈദിക താന്ത്രികൻ, താന്ത്രിക വൈദികൻ എന്നൊക്കെ പറഞ്ഞ് 4ആയിട്ട് തിരിക്കുമ്പം കേരളത്തിലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രഗ്രന്ഥങ്ങൾ പലതും വൈദികവും താന്ത്രികവുമായിട്ടുള്ള മിക്സ്ചറാണ്. അതങ്ങനെയാണ് പോകുന്നത്, മിക്സ് ചെയ്താണ് പോകുന്നത്. വൈദിക സൂക്തങ്ങളുടെ ഒരുപാടെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താന്ത്രിക ക്രിയാപദ്ധതികളും അതുപോലെ തന്നെ തത്വാടിസ്ഥാനത്തിലുള്ള സൂക്ഷ്മ വിഷയങ്ങളെക്കുറിച്ചും ഷഡാധാരങ്ങളെക്കുറിച്ചും ഒക്കെ തന്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇഴുകിച്ചേരൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ബുദ്ധമതം പിന്നീട് തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വജ്രയാന ബുദ്ധിസം എന്ന് പറയുന്നൊരു വലിയ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരിതും, അതുപോലെ തന്നെ ദുർമന്ത്രവാദവും ഒരുപാട് അവിടെ അന്ന് നിലനിന്നിരുന്ന പല കാര്യങ്ങളും. മിലരേപ്പയുടെ കഥയിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വ ചരിത്രങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ അദ്ദേഹം ചെയ്തിരുന്ന ദുർമന്ത്രവാദ ക്രിയകളൊക്കെ
ബുദ്ധൻ്റെ കാലത്തിന് ശേഷവും ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്ന ദുർമന്ത്രവാദ വിഷയങ്ങളിലേക്കൊക്കെ പിന്നീട് ബുദ്ധിസത്തിൻ്റെ കണക്ഷൻ വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഹീനയാന ബുദ്ധിസം എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ടായെന്നും ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട്.